UDFിലെ വിവിധ ഘടകകക്ഷികൾ, ആ ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, ആ വകുപ്പുകൾക്ക് ആവശ്യമായ പണം നൽകേണ്ടത് ധനകാര്യ മന്ത്രിയാണ്, ധനകാര്യ വകുപ്പാണ്. അത് മുഖ്യമന്ത്രി തന്നെയാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഓരോ വകുപ്പിനും എത്ര തുക മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കേണ്ടതും ധനകാര്യമന്ത്രി തന്നെയാണ്. ആ ധനകാര്യമന്ത്രി കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാവ് M. ഷംസുദ്ദീനോട്, വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ വകുപ്പ് നന്നായി കൊണ്ടുപോകണോ എങ്കിൽ ഒരു കാര്യം ചെയ്തുകൊള്ളൂ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം വാങ്ങി കാര്യങ്ങൾ നടത്തിക്കോളൂ എന്ന് വെച്ചാൽ ധനകാര്യ വകുപ്പ് ഒരു നയാ പൈസ തരില്ല വിദ്യാഭ്യാസ വകുപ്പിന് എന്നർത്ഥം. പിന്നെ എന്താണ് മുസ്ലിം ലീഗിൻ്റെ മുന്നിലുള്ള വഴി? ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടേണ്ട, കാശ് കിട്ടില്ല. കേന്ദ്ര സർക്കാർ 1500 കോടി രൂപ തരാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കേണ്ട പണമാണ്. ആ പണം സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് തരാൻ കഴിയില്ല. അതുകൊണ്ട് പണം വേണോ, ഒപ്പിട്ടോളൂ PM ശ്രീ പദ്ധതിയിൽ എന്നാണ് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ. ഇതേ വാചകമാണ് പറയുന്നത് കേന്ദ്രമന്ത്രിയും സംഘപരിവാറും BJPയും ഒക്കെ. കേന്ദ്രത്തിൻ്റെ പണം വേണോ, കേന്ദ്രം പറയുന്നത് പോലെ ചെയ്തു കൊള്ളുക. കേന്ദ്രം പറയുന്നു, യൂണിയൻ ഗവൺമെൻറ് പറയുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ SSKയുടെ ഫണ്ട് തരാം, അതല്ലെങ്കിൽ SSKയുടെ ഫണ്ട് തരില്ല. ഇത് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അതേ ശബ്ദത്തിൽ സംസാരിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നാം വെറുതെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. മതേതരവാദി, BJP വിരുദ്ധൻ, അങ്ങനെ വലിയ ഇമേജുകൾ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ അതിനെല്ലാം ഗോഗോ വിളികളുമായി പിറകെയുണ്ടായിരുന്നു. അങ്ങനെ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ നിർമ്മിതി, അതിനു മുകളിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതെല്ലാം തകർന്ന് വീണുകൊണ്ടിരിക്കുന്നു ഒന്നൊന്നായി. അതുകൊണ്ടാണ് BJPയുടെ ഭാഷയിൽ സംസാരിക്കുന്നത് VD സതീശൻ. സംസാരിക്കുക മാത്രമല്ല, നടപടികളും അതുപോലെ തന്നെയാണ്. PM ആവാസ് യോജന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് വീട് നിർമ്മാണത്തിന്, ഭവന നിർമ്മാണത്തിന്. ആ പണം വാങ്ങിയിട്ട് ബാക്കി പൈസ സംസ്ഥാന സർക്കാർ തരും. മുഴുവൻ പൈസയും സംസ്ഥാനത്തിന് തരാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിക്കുക. അതിനെന്താണ് വേണ്ടത്? മോദിയുടെ ചിത്രം വെക്കണം വീടുകൾക്ക് മുന്നിൽ. വെക്കാൻ തയ്യാറാണ് പറയുന്നത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. അതുകൊണ്ടാണ് നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്, എൻ്റെ അമ്മോ ഇപ്പോഴാണ് ആശ്വാസമായത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കൊണ്ട് തന്നെ ഇതെല്ലാം നടപ്പാക്കുന്നു, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, K. സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. ഇവിടെ കേരളത്തിൽ എന്താണ് നടന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നില്ലെങ്കിലും വേണ്ട, ഞങ്ങൾ ഞങ്ങളുടേതായ രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ സമരം നടത്തി സംസ്ഥാന സർക്കാർ, നിയമയുദ്ധം നടത്തി. അപ്പോഴൊന്നും കേരളത്തിലെ പ്രതിപക്ഷം മിണ്ടിയിരുന്നില്ല. മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രചാരം കൊടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് പണം നൽകാത്തത് എന്ന് ഒരു മാധ്യമങ്ങളും ചോദിച്ചില്ല, പ്രതിപക്ഷവും ചോദിച്ചില്ല. കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കേരളത്തിൽ നിന്ന് ജയിച്ച MP-മാർ പാർലമെന്റിൽ പോയി മൗനം പാലിച്ചു, ഒരു ഇടപെടൽ നടത്തിയില്ല കേരളത്തിന് വേണ്ടി. ഇതെല്ലാം കണ്ടു നാം കേരളത്തിൽ. ഇപ്പോഴിതാ VD സതീശൻ പറയുന്നു, നിങ്ങൾക്ക് വിവിധ വകുപ്പുകൾക്ക് പണം വേണോ, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കണം, ശേഷിക്കുന്ന പണം മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ഈ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഖജനാവുകൾ നിറയ്ക്കും, പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനെ പണം കൊണ്ട് നിറയ്ക്കും, അതിനൊക്കെ ബദൽ വഴികൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞ VD സതീശനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഘടകകക്ഷികളുടെ വകുപ്പുകളിൽ കൈയിട്ട് വാരുന്ന VD സതീശൻ എന്ന ധനകാര്യമന്ത്രിയെയും നമ്മൾ കാണുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോകുന്നത് UDFിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് എത്ര കാലം ഇതൊക്കെ സഹിച്ച് ഈ ആട്ടും തുപ്പും ചവിട്ടുമേറ്റ് UDFിൽ തുടരും? ഭരണം വേണം ആർക്ക്? നേതാക്കൾക്ക് മാത്രം. പിന്നെ കുറച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശിങ്കിടികൾക്ക് മാത്രം.
സാധാരണക്കാർക്ക് അവരുടെ നിലപാട്, ആശയം ഇതൊക്കെയാണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്ന കാലം വരും. അന്ന് ഒരു സംശയം വേണ്ട, മുസ്ലിം ലീഗിൽ വലിയ പ്രതിഷേധവും ചിലപ്പോൾ കലാപവും ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്.